നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാലിയം സത്യാഗ്രഹമാണ്. ഈ പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ അയിത്തോച്ചാടനത്തിനെതിരെ നടക്കുന്ന ആദ്യ സമരമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം അതിനുശേഷം കേരളത്തിൽ ഈ ഒരു അയിത്തോച്ചാടനത്തിനെതിരെ നടക്കുന്ന ആദ്യ സമരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? പാലിയം സത്യാഗ്രഹം പറയും. അപ്പം ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയാണ്. അപ്പം ഈ ഒരു സത്യാഗ്രഹം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, പാലിയത്തച്ഛൻ്റെ ചെന്നമംഗലത്തുള്ള വീടിന് മുമ്പിലുള്ള പൊതുനിരത്തുണ്ട്. അപ്പം ആ പൊതുനിരത്തിലൂടെ എന്താണ്, അവർണർക്കും അഹിന്ദുക്കൾക്കൊന്നും നടക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് അയിത്തുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താണ്, അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ മുന്നിലൂടെയുള്ള പൊതുനിരത്തിലൂടെ അവർണർക്കും അഹിന്ദുക്കൾക്കും നടക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു സമരമാണ് ഈ പാലിയം സത്യാഗ്രഹം. ഈ ഒരു പാലിയത്തച്ഛൻ്റെ ചെന്നമംഗലത്തുള്ള വീട് എന്ന് പറയുന്നത് എറണാകുളത്താണ്. അങ്ങനെ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യാണ് 1947 ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്യുന്നത്. സി കേശവനാണ് ഇതിൻ്റെ പ്രധാന നേതാവ്. ഇദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു പാലിയം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളാണ് SNDP, പുലയ മഹാസഭ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കൂടാതെ പാലിയം സത്യാഗ്രഹത്തെ ഇങ്ങനത്തെ സംഘടനകൾ മാത്രമല്ല, മറിച്ച് കോവിലകങ്ങളും കൂടി എന്താണ്, അതായത് സവർണരെന്ന് കരുതപ്പെടുന്ന സവർണരാണല്ലോ ഈ കോവിലകത്തൊക്കെ ഉണ്ടാവുക. അവരും എന്താണ്, ചില കോവിലകവും ഈ ഒരു പാലിയം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം ഒക്കെ എന്താണ്, ഈ ഒരു സത്യാഗ്രഹത്തിന് അനുകൂലിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെർട്ടിക്കുലർലി ആരൊക്കെയാണ് അനുകൂലിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ചിറക്കൽ കോവിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വനിതയാണ് രമാ തമ്പുരാട്ടി. അപ്പം രമാ തമ്പുരാട്ടി ഈ ഒരു സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വുമൺസ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് ആര്യ പള്ളം. ഇനി മറ്റുള്ള ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്, നേതൃത്വമല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് കുഞ്ഞുകുട്ടി തമ്പുരാട്ടി, അതുപോലെ തന്നെ കൊച്ചിക്കാവ് ഇന്ദിര തമ്പുരാട്ടി. അപ്പം ഇവരെല്ലാം കൂടി തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ശ്രീദേവി എന്നാണ്. പിന്നീട് സൗഹൃദജാഥ നയിക്കുന്നത് KK കൗസല്യയാണ്. ഇങ്ങനെ പാലിയം സത്യാഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 100 ഡേ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 100ാം ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഡേയിൽ എന്താണ്, ഒരു രക്തസാക്ഷി ആയിട്ട് AG വേലായുധൻ മാറുകയാണ്. അതായത് പോലീസുകാർ ലാത്തി വീശിയിട്ട് അവസാനം AG വേലായുധൻ മരിക്കുകയാണ്. അപ്പം പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ AG വേലായുധനാണ്. ശേഷം എന്താണ്, ഈ ഒരു രക്തസാക്ഷിത്വം വന്നതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു പാലിയം സത്യാഗ്രഹം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നതെന്നാണ് 1947 ഡിസംബർ 20. അതിനോട് കൂടിയൊക്കെയാണ് എന്ത് കിട്ടുന്നത്, മെയിനായിട്ട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ ഒരു ചെന്നമംഗലത്തുള്ള പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിലൂടെയുള്ള പൊതുനിരത്തിലൂടെ എല്ലാവർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ. പക്ഷേ ഈ ഒരു കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ പാടെ തന്നെയൊന്നും ഈ ഒരു അവകാശം കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത്. പിന്നീട് ഈ ഒരു സമരത്തെ മലയാള മനോരമ പത്രം എന്താണ്, ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു പാലിയം സത്യാഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ട്. അതാണ് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന് പറയുന്നത്. അപ്പം ഈ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്നുള്ള എഡിറ്റോറിയൽ ഏത് പത്രത്തിലാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാള മനോരമയാണ്. ഇത്രയാണ് നമ്മൾ പാലിയം സത്യാഗ്രഹത്തിൽ പഠിക്കുന്നത്.